നമസ്കാരം. ഇറാനെതിരായ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ വിറപ്പിക്കുന്നൊരു പ്രഖ്യാപനം നടത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കും എന്നായിരുന്നു ഈ മുന്നറിയിപ്പ്. ആ സമയപരിധി കഴിയാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നിതാ ട്രംപ് വീണ്ടും ട്യൂൺ മാറ്റുന്നു. അദ്ദേഹം ഒന്ന് കളം മാറ്റി പിടിക്കുകയാണ്. അന്ത്യശാസനം തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇതാ ട്രംപ് പുതിയ യുടേണുമായി രംഗത്തെത്തുന്നു. ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 5 ദിവസത്തെ വെടിനിർത്തലാണ്. 5 ദിവസം ഇനി ഇറാനെ അമേരിക്ക ആക്രമിക്കുകയില്ല. ഇത് ഇസ്രായേലിന് ബാധകമാണോ എന്നുള്ളത് അറിയില്ല. ഏതായാലും അമേരിക്കയിലെ യുദ്ധ വിഭാഗത്തിന് വാർ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായി വളരെ ക്രിയാത്മകമായ ചർച്ചകളാണ് തങ്ങൾ നടത്തിയത് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതെന്നുമാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും 48 മണിക്കൂർ അന്ത്യശാസനം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയത് വളരെ പ്രതീക്ഷയോട് തന്നെയാണ് ലോകം നോക്കിക്കാണുന്നത്. കാരണം ഈ യുദ്ധം വലിയ തോതിലുള്ള ഒരു ദുരന്തത്തിലേക്ക് എല്ലാ ജനങ്ങളെ ലോകമെമ്പാടുള്ള ജനങ്ങളെ എത്തിക്കുന്നു എന്നുള്ള ആ ഒരു ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഏതായാലും ട്രംപ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് തൻ്റെ പുതിയ നിലപാട് വ്യക്തമാക്കിയത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, ട്രംപ് യുദ്ധത്തിനിറങ്ങി വല്ലാത്തൊരു വെട്ടിൽപ്പെടുകയായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ ജനതയും ട്രംപിൻ്റെ ഈ നിലപാടിനോട് യോജിപ്പാണ് പ്രഖ്യാപിച്ചിരുന്നത്. കാരണം അവർ എപ്പോഴും അമേരിക്ക എല്ലായിടത്തും ചെന്ന് മധ്യസ്ഥത പറഞ്ഞത് അല്ലാതെ ഇടിച്ചു കയറിയൊക്കെ തന്നെ വലിയ ആധിപത്യം സ്ഥാപിക്കുന്നതിനെ അമേരിക്കൻ ജനത എല്ലാ കാലത്തും അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോയി എന്നുള്ള നിലപാടിലേക്ക് പിന്നീട് ആളുകൾ എത്തി തുടങ്ങി. കാരണം അമേരിക്കയുടെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയും സൈനികരെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു. കൂടാതെ ഇറാൻ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കീഴിലുള്ള ഡിഗോഗേഷ്യയിലെ സൈനിക താവളത്തിലേക്ക് പോലും 4000 കിലോമീറ്റർ ദൂരത്തേക്ക് മിസൈൽ അയക്കുന്ന സംവിധാനമൊക്കെ ഉള്ളവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഇറാനെ ഇനി അവർക്ക് കീഴടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ തന്നെ പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ ഇത് വലിയ തോതിലുള്ള ഒരു ആശ്വാസം പകരും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ലോകം ഒരുപക്ഷെ കാത്തിരുന്നൊരു പ്രഖ്യാപനമാണ് ഇത്. തൽക്കാലത്തേക്ക് 5 ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിലും പിന്നീട് ഇത് ഒരുപക്ഷെ നീണ്ടുപോകാനും പിന്നീട് ഈ ഒരു യുദ്ധത്തിന് വിരാമമാകാനും ഒക്കെ കാരണമാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ അവകാശനാകാൻ വയ്യ എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തി എന്ന് തന്നെ വേണം കരുതാൻ. നേരത്തെ ട്രംപ് നടത്തിയ പല പ്രഖ്യാപനങ്ങളും ഇത്തരത്തിൽ പിന്നീട് മാറ്റി പറയേണ്ട അവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാനിലേക്ക് കരയുദ്ധം ആരംഭിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഏതാണ്ട് 2000-ലധികം US മറൈനുകളെ ഇതിനായി സജ്ജമാക്കുകയും ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിനായി ഇസ്രായേലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ വാർത്ത പുറത്തു വന്നിരുന്നെങ്കിൽ പോലും 11 ലക്ഷത്തോളം വരുന്ന ഇറാൻ്റെ കരസേനയോട് എങ്ങനെയായിരിക്കും അവർ ഏറ്റുമുട്ടുക എന്നുള്ള കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തുചാടരുതെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറെ രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഏറ്റവും ഒടുവിൽ ട്രംപ് യാഥാർത്ഥ്യം മനസ്സിലാക്കി തൽക്കാലത്തേക്ക് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഇത് ലോകത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇത് ഏറെ ശുഭകരമായ ഒരു കാര്യമായി മാറുകയാണ്. ഒപ്പം ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു പ്രഖ്യാപനം ഗുണകരമായോ തിരിച്ചടിയായോ എന്നുള്ള കാര്യവും ഇനിയും തെളിയിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ആകട്ടെ ഇതിനോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ അമേരിക്കയോട് നിരന്തരമായി ഇറാൻ ആക്രമിക്കാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ അന്ന് പറഞ്ഞത് നിങ്ങൾ ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്നായിരുന്നു. അങ്ങനെയുള്ള ഒരു അസന്നിഗ്ധ ഘട്ടത്തിലാണ് ഒടുവിൽ അമേരിക്ക ഇറാന് സംയുക്ത ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇസ്രായേൽ ഈ 5 ദിവസം വെടിനിർത്തലിൽ പങ്കെടുക്കുമോ എന്നുള്ളതൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ സർവ്വനാശം തന്നെയാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം ഇറാൻ ഇങ്ങനെ വിട്ടാൽ അത് മുറിവേറ്റ സിംഹത്തെ പോലെ ഇറാൻ വീണ്ടും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും. പ്രോക്സി സംഘടനകളെ കൊണ്ട് ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തി മുതലേക്ക് കൊണ്ട് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമൊക്കെ ഉള്ള ഭയം ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ട്. താൻ ഊരാക്കുടുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. വെറുതെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ലോകക്രമത്തെ തന്നെ താരാറിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതൊരു ശുഭകരമായ കാര്യമായിട്ട് തന്നെ കണക്കാക്കാൻ ട്രംപ് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ നിരന്തരമായി മാറ്റി പറയുന്ന ഒരാളാണ്. ഇപ്പോൾ പറയുന്ന കാര്യമല്ല പിന്നീട് പറയുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ എത്തിരിക്കുന്ന ഒരു തീരുമാനം വളരെ നല്ലതാണ്. ഒരുപക്ഷെ ലോക രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇതിനെ സ്വാഗതം ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ
നേരിട്ട് അല്ലെങ്കിൽ പോലും ഇക്കാര്യത്തിലൊരു മധ്യസ്ഥ ശ്രമം പല രാജ്യങ്ങളുമായൊക്കെ തന്നെ നടത്തിയിരുന്നു, ഗൾഫ് രാജ്യങ്ങളുമായൊക്കെ തന്നെ നടത്തിയിരുന്നുവെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആരും മധ്യസ്ഥ ചർച്ചയ്ക്ക് ചെല്ലുന്നത് അത്ര ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹം. ലോകത്ത് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിക്കുമെന്നുള്ളത്, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഈ ഒരു നീക്കം നടത്തി, ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ ആശ്വാസകരമായി മാറും. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഉള്ള എല്ലാ ജനങ്ങൾക്കും ഇതേറെ ആശ്വാസം പകരും എന്നുള്ള കാര്യം ഉറപ്പാണ്.